തമിഴ്നാട് തൂത്തുക്കുടിയിൽ അവിടെ ബാർജിലെ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ ശുചീകരണ തൊഴിലാളി ശ്വാസം മുട്ടി മരിച്ചെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. 3 ശുചീകരണ തൊഴിലാളികളാണ് മരിച്ചത്. ടാങ്കിലെ വിഷവാതകം ശ്വസിച്ചാണ് തൊഴിലാളികൾ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അനീന സതീഷ് ചേരുന്നു വിവരങ്ങളുമായി. അനീന, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഈ ബാർജ് വൃത്തിയാക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ശ്രീലങ്കയിലേക്കും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ഈ തൂത്തുക്കുടിയിലെ പഴയ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു ഈ ബാർജ്. ഇതിനടിയിലെ ഒരു ടാങ്ക് ഉണ്ട്. ഇത് വൃത്തിയാക്കാനാണ് ഈ 3 തൊഴിലാളികളും കയറിയത്. ഈ വൃത്തിയാക്കുന്നതിനിടെ തന്നെ ഈ ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്വസിച്ചതിനാലാണ് 3 പേരും മരിച്ചത്. ആദ്യം ഒരു തൊഴിലാളി ഇതിനകത്തേക്ക് കയറുകയും പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിന് തുടർന്ന് രണ്ടാമത്തെ ആളും ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ രണ്ടാമത്തെ ആൾ കയറിയതിനു ശേഷവും പുറത്തോട്ട് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അതിനുശേഷം ഈ 3ാമത്തെ ആളും കയറുന്നു. ഈ 3 പേരും അകത്ത് കയറി ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. ഈ പ്രാഥമിക അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ഈ ശുചീകരണ പ്രവൃത്തിക്കായി പോകുന്ന സമയത്ത് ഈ കമ്പനി, അതായത് ഒരു സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ബാർജാണിത്. ഈ സ്വകാര്യ കമ്പനി തന്നെ ഇവർക്ക് സുരക്ഷാ ഉപകരണങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല. ഈ സുരക്ഷാ ഉപകരണങ്ങളൊന്നും ധരിക്കാതെയാണ് ഈ 3 പേരും അകത്തേക്ക് കയറിയത്. ഇതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേതു. ഓക്കെ അനേന, ശരി. അനേന സതീഷാണ് വിവരങ്ങൾ നൽകിയത്.